ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. ചന്ദ്രഗ്രഹണവും അതുപോലെ തന്നെ പൗർണമിയും ഒത്തുചേരുന്ന ഈ ഒരു ഫാൽഗുന പൗർണമി ദിവസത്തിലുള്ള ഈ ഒരു സ്പെഷ്യൽ റീഡിംഗ് നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ ഡിവൈൻ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടോ? ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുമോ? അതല്ല എങ്കിൽ ഇതൊരു ലെസൺ മാത്രമായിരുന്നോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നിൽക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ചില സത്യങ്ങൾ, അതുപോലെ തന്നെ ഒരു കറണ്ട് സ്റ്റേറ്റ്, ഫ്യൂച്ചർ ആക്ഷൻ, ഡിവൈൻ ഗൈഡൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ടാരോ ട്രീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗ്രഹണ സമയത്തെ ഈ ഒരു മൂൺ എനർജി അതിശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോസ്മിക് എനർജിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. ഒരു ഡീപ്പായിട്ട് ബ്രെത്ത് എടുത്തതിന് ശേഷം ഒന്ന് കാമായി മെഡിറ്റേറ്റ് ചെയ്ത് വളരെ ശാന്തമായിരുന്ന് പോസിറ്റീവ് എനർജിയോട് കൂടി ഈ ഒരു റീഡിങ്ങിലേക്ക് മൈൻഡ് കൊണ്ടുവരിക. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ടതും നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർത്തും പോസിറ്റീവായിട്ടിരിക്കുക. ഹേ യൂണിവേഴ്സ്, ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 10 ഓഫ് വാണ്ട്സ്, 2 ഓഫ് വാണ്ട്സ്, 3 ഓഫ് വാണ്ട്സ് ആൻഡ് 7 ഓഫ് സോഡ്സ്. കൂടുതലും ഒരു വാണ്ട്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വളരെ ഒരു ഭാരമുള്ള ഒരു എനർജി പോലെ തോന്നുന്നു. അതായത് 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഇതിൽ ഒരാൾക്ക് ഈ ഒരു ബന്ധം വലിയ ഒരു ഉത്തരവാദിത്വം പോലെ തോന്നുന്നു. ലവ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു മെൻ്റൽ പ്രഷർ ഈ ഒരു ബന്ധത്തിൽ കൂടുതലാണ് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ് ഫസ്റ്റ് കാർഡ് 10 ഓഫ് വാണ്ട്സ്. നെക്സ്റ്റ് 2 കാർഡുകൾ 2 ഓഫ് വാണ്ട്സ് ആൻഡ് 3 ഓഫ് വാണ്ട്സ് ആണ്. ഒരാൾ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു, പക്ഷേ എന്ത് ഡയറക്ഷൻ എടുക്കണമെന്ന്, ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് ഒരു ഉറപ്പില്ല. അവരൊരു ഡിസ്റ്റൻസ് എടുത്ത് ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇത് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു ബന്ധമായിരിക്കാം. പിണങ്ങി മാറിയിരിക്കുന്ന ആളുകളായിരിക്കാം. ദൂരെ മാറി നിന്ന് അവർ ഈ ഒരു ബന്ധത്തെ നിരീക്ഷിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ ഒരു മറച്ചു വെക്കുന്ന ഒരു എനർജി, ചില കാര്യങ്ങൾ തുറന്നു പറയാത്തതോ അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഓണസ്റ്റി കുറവോ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓവറോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ട്. 2 പേർക്കും പരസ്പരം വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ എപ്പോഴോ വന്നുപെട്ടിട്ടുണ്ട്. അതിന്മേലുള്ള ഒരു കൺഫ്യൂഷൻ, അതല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ്, ഇവയാണ് ഒരു പ്രധാന പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴൊരു കറണ്ട് അവസ്ഥയിൽ കാണിക്കുന്നതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിലേഷൻഷിപ്പിലെ കറണ്ട് ഫീലിംഗ് ആണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ബന്ധം ഏത് ദിശയിൽ കൊണ്ടുപോകണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ, ഒരു പുകമറ പോലെ ചിന്തകൾ പോകുന്ന ഒരവസ്ഥ. ഈ ഒരു ബന്ധത്തിൽ ഒരാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്, ഒപ്പമുള്ള ആൾ അത്രയും ഒരു തുറന്നു പറച്ചിലില്ല. എല്ലാം മനസ്സിൽ ഒളിപ്പിക്കുന്ന ഒരു എനർജിയും ഈ ഒരു റീഡിങ്ങിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യങ്ങളാകാം. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം, അതല്ലെങ്കിൽ വിട്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം കൊണ്ടും മാറി നിൽക്കുന്നതാകാം. ഒന്നിൻ്റെ പേരിലും ഈ ഒരു ബന്ധം വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് ഒരുപാട് മിണ്ടിയിരുന്ന ആളുകൾ പെട്ടെന്ന് സൈലൻ്റ് ആകുമ്പോഴേക്കും ശരിക്കും നിങ്ങൾക്കിടയിലുള്ള ഒരു മൗനം എന്ന് പറയുന്നത് വലിയൊരു വില്ലനാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തും വിചാരിക്കാം, നേരെ തലകീഴായിട്ട് ചിന്തിക്കും. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഒന്നിനൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്ത് വേണമെങ്കിലും ചിന്തിച്ചു കൂട്ടും. ഓവർ തിങ്കിങ്. അല്പമൊന്നും മിണ്ടാതാകുമ്പോഴേക്കും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇപ്പോഴെന്നെ ആവശ്യമില്ല, എന്നെ വേണ്ട, എന്നെ ഇഷ്ടമല്ല, ആൾ ഒരുപാട് മാറിപ്പോയി. ഇതേ ചിന്ത തന്നെ ഓപ്പോസിറ്റ് 2 പേരും ഒരേപോലെ ചിന്തിച്ചാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 പേർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്യും. ഒരു നല്ല ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷനാണ്. നമ്മളെപ്പറ്റി പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുക. മറ്റൊരാൾ പറഞ്ഞ് നമ്മളെപ്പറ്റി നമ്മുടെ പാർട്ട്ണർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. വലിയ തെറ്റിദ്ധാരണയിലേക്ക് ആ ഒരു സംഭവം കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു സംസാരത്തിലൂടെ പരസ്പര വിശ്വാസം കൂട്ടിക്കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 5 ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് കപ്സ്. കപ്സിന്റെ എനർജിയാണ് ഇവിടെ കൂടുതൽ. ഇതൊരു മിക്സഡ് എനർജിയാണ്. 5 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് ആദ്യം ഒരു കോൺഫ്ലിക്റ്റ്, അതല്ല എങ്കിൽ ഒരു ഈഗോ ക്ലാഷസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം, അതല്ല എങ്കിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ ഒരു വ്യൂ പോയിന്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ്. അതിനുശേഷം ഒരു ഇമോഷണൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു അപ്പോളജി ഒക്കെ വരുന്നുണ്ട്, ഒരു ക്ഷമാപണമൊക്കെ വരാം. ഒരാൾ വീണ്ടും ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നു. 4 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് പക്ഷേ മറ്റേയാൾ അത് സ്വീകരിക്കുമോ എന്നതാണ് ഡൗട്ട്.
അവരൊരു ഇമോഷണലി ഡ്രെയിൻഡ് ഔട്ടായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം ആ ഒരു ടൈം എന്ന് പറയുന്നത്. ചിലർക്കിത് ഇപ്പോൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാനുള്ള കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. 3 of Cups സൂചിപ്പിക്കുന്നത് അവസാനം ഈ ഒരു എനർജി എന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ, ചിലർക്കിത് ഒരു കാഷ്വൽ കണക്ഷൻ ഒക്കെ ആയി മാറാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഡീപ്പ് കമ്മിറ്റ്മെന്റ് ആകണമെന്നില്ല. അതായത് ഈ ഒരു ബന്ധത്തിനൊരു റെക്കൺസിലേഷൻ എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ അൺസർട്ടൺ ആണ്. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇമോഷണലി കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു ബോർ അടിക്കുന്ന ഒരു എനർജി. എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ഈ ഒരു ബന്ധത്തിനൊരു മാറ്റം വരില്ല, എനിക്കൊരു സന്തോഷം തരില്ല എന്നൊരു ചിന്തയൊക്കെ അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനൊരു ഫുള്ളി വാല്യൂ കിട്ടാത്ത ഒരവസ്ഥ അതുപോലെയൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടാകാം. ശരിക്കും ഇതിൽ വന്നിരിക്കുന്ന ഓപ്പോസിറ്റ് വ്യക്തിയുടെ എനർജി എന്ന് പറയുന്ന ഒരു ഓൺ ആൻഡ് ഓഫ് എനർജിയാണ്. വരും പോകും അങ്ങനെ നിൽക്കുന്നു. 3 of Cups വന്നതുകൊണ്ട് തന്നെ ചെറിയൊരു തേർഡ് പാർട്ടിയുടെ എനർജിയും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ചില ബന്ധങ്ങളിൽ തേർഡ് പാർട്ടി ഉണ്ടായേക്കാം. ആ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം മറച്ചു വെക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു തേർഡ് പാർട്ടി എനർജി നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അല്പം മറച്ചു വെക്കുന്നുണ്ട്. കാരണം അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല, അവർക്ക് പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഇനി തേർഡ് പാർട്ടി ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതും ശരിക്കും അവരുടെ ഇമോഷൻസ് തന്നെ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ അത് ശരിക്കും ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് സ്വാധീനിക്കുന്നതുമുണ്ട്. കാരണം ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അലയുകയാണ്. എന്താണ് സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പറ്റിയതാണോ, മിസ്റ്റേക്ക് പറ്റിയതാണോ, ഞാൻ ആപ്റ്റാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ട് അലയുക എന്ന് പറയുന്നത് ദയ അർഹിക്കുന്നു നിങ്ങളെല്ലാവരും. ഈ ഒരു ബന്ധം എന്നത് ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയി സെറ്റിൽ ആകാൻ ശരിക്കും ഒരു എഫേർട്ട് ആവശ്യമാണ്. അതല്ല എങ്കിൽ ഇതൊരു ലെസൺ റിലേഷൻഷിപ്പായി ചിലർക്കെങ്കിലും ഇത് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ശരിക്കും കോസ്മിക് എനർജിയുടെ ഒരു സ്വാധീനം കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിനും അത് ശരിക്കും സ്വാധീനിച്ചേക്കാം. ഈ ഒരു ബന്ധത്തിനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇമോഷൻസ് കൊണ്ട് മാത്രം തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് ആ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ക്ലാരിറ്റി, ബൗണ്ടറീസ് എല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളോടൊരു ഹോണസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ക്ലിയർ അല്ല എങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു എന്നും കാണിക്കുന്നു. ഹേർട്ട് പറയുന്ന മാത്രം കേൾക്കരുത്, ശരിക്കും ചിന്തിക്കുക. എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ബന്ധം എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ബന്ധത്തിലുണ്ടായ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അപ്പോളജിയൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് ഇനിയും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ ഒരു സമയം ഒരുപാട് ക്വസ്റ്റ്യനിങ്ങിലൊന്നും നിങ്ങൾ നിൽക്കണ്ട. പക്ഷേ ഈ ഒരു ബന്ധത്തിനൊരു ക്ലാരിറ്റി ആവശ്യമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശക്തമായ റീയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകണോ വേണ്ടായോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി, പലതരത്തിലുള്ള ബന്ധങ്ങൾ എല്ലാം ഇവിടെ വരുന്നുണ്ട്. അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് അത് കണക്ക് കൂട്ടി അതിനനുസരിച്ച് നീങ്ങുക. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന, കംഫർട്ട് തരുന്ന ഒരു ബന്ധമാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. യാതൊരു സംശയവുമില്ല. ഒരു റീയൂണിയൻ എനർജിയിലേക്കൊക്കെ വരുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഒരു ട്രാക്കിലേക്കൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ക്വസ്റ്റ്യനിങ് കൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. ശരിക്കും ഒരു സംയമനം പാലിച്ച് ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കുക. പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പരസ്പര വിശ്വാസത്തോടു കൂടി ഒരു ബന്ധം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാൽഗുന പൗർണമി റീഡിങ്ങിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് കമൻറ്റ് ബോക്സിൽ നന്ദി അറിയിക്കുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ, ദ സുപ്രീം പവറിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് വളരെ അത്യാവശ്യം. നിങ്ങളുടെ എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന നല്ല ഒരു ടാരോ റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ ഗൈഡൻസ് സ്വീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ ടാരോ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി താഴെ കമൻറ്റ് ചെയ്യുക. പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യാം. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും എൻ്റെ വിശേഷ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഫാൽഗുന പൗർണമി ദിനത്തിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവിധ ഐശ്വര്യവും അതുപോലെ തന്നെ റീയൂണിയനും നന്മയും എല്ലാം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു ഡിവൈനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.